ലോകം മുഴുവൻ ഇറാന്റെ അടുത്ത നീക്കത്തിനായി കാതോർക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രമുണ്ട്. വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം, യുദ്ധക്കളത്തിൽ പോരാടിയ സൈനികൻ, അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ച നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാഗ്ചി. ഒരു സാധാരണ പരവതാനി വ്യാപാരിയുടെ മകൻ എങ്ങനെ ഇറാന്റെ വിദേശ നയങ്ങളുടെ അമരക്കാരനായി നമുക്ക് നോക്കാം. 1962 ഡിസംബർ 5 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് അബ്ബാസ് അരാഗ്ചി ജനിച്ചത്. ഇസ്ഫഹാനിലെ ഒരു പരമ്പരാഗത വ്യാപാരി കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പരവതാനി വ്യാപാരിയായിരുന്ന അച്ഛൻ അരാഗ്ചിക്ക് 17 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടു. പഠനത്തിൽ മിടുക്കനായിരുന്ന അരാഗ്ചി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് ബിരുദം നേടി. പിന്നീട് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് അരാഗ്ചി ബ്രിട്ടനിലെ കെൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ തോട്ട് എന്ന വിഷയത്തിൽ PhD നേടി. 1979 ഇറാൻ വിപ്ലവത്തിനു ശേഷം അദ്ദേഹം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ഏകദേശം 10 വർഷത്തോളം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചു. 1989 ആയപ്പോഴേക്കും അദ്ദേഹം ഔദ്യോഗികമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലിക്ക് പ്രവേശിച്ചു. ഫിൻലാൻഡ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ അംബാസിഡറായി അദ്ദേഹം ജോലി ചെയ്തു. അരാഗ്ചിയുടെ ഭാഷാശൈലിയും വിദേശ നയങ്ങളിലെ കൃത്യതയും വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അബ്ബാസ് അരാഗ്ചി ലോക ശ്രദ്ധ നേടുന്നത് 2015 ചരിത്രപ്രധാനമായ ന്യൂക്ലിയർ കരാറിലൂടെയാണ്. അന്നത്തെ ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന ജവാദ് സരീഫിനൊപ്പം പ്രധാന ചർച്ചകൾ നയിച്ചത് അരാഗ്ചിയായിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്ക് മുമ്പിൽ ഇറാനിയൻ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ബസാർ സ്റ്റൈൽ ബാർഗെയിനിങ് ആണ് അദ്ദേഹം ചർച്ചകളിൽ പിന്തുടർന്നത്. അതായത് മറ്റു രാജ്യങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലാക്കിക്കൊണ്ട് രാജ്യ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. 2024 ഓഗസ്റ്റിൽ മസൂദ് പെസക്ഷിയൻ ഇറാൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ വിദേശകാര്യ മന്ത്രിയായി തിരഞ്ഞെടുത്തത് അനുഭവ സമ്പന്നനായ അബ്ബാസ് അരാഗ്ചിയായിരുന്നു. ഇന്ന് ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രായേലുമായുള്ള യുദ്ധ സാഹചര്യവും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധവുമാണ്. ഈ പ്രതിസന്ധികളിൽ ഇറാനെ ലോകത്തിന് മുന്നിൽ പ്രതിനിധീകരിക്കുന്നത് ഇദ്ദേഹമാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം പുലർത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും നല്ലൊരു സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടയിലും ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകാതെ അദ്ദേഹം നോക്കുന്നു. ചാബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്കുള്ള വ്യാപാരം തുടരുന്നത് ഇന്ത്യയുടെയും ആവശ്യമാണ്. ഇസ്രയേലുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യയെ ഈ വിഷയത്തിൽ നിഷ്പക്ഷമായി നിർത്താൻ കഴിഞ്ഞത് അരാഗ്ചിയുടെ വലിയ വിജയമാണ്. പരവതാനി കച്ചവടക്കാരന്റെ മകനായി ജനിച്ച് യുദ്ധഭൂമിയിലൂടെ കടന്നു വന്ന് ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ നിർണായക ശബ്ദമായി അബ്ബാസ് അരാഗ്ചി മാറിക്കഴിഞ്ഞു. വെറുമൊരു മന്ത്രി എന്നതിലുപരി ഇറാന്റെ അതിജീവനത്തിന്റെയും നയതന്ത്രത്തിന്റെയും മുഖമാണ് ഇദ്ദേഹം. ഇറാന്റെ വിദേശ നയങ്ങൾ ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുക എന്നത് ലോക രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം നിർണായകമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അബ്ബാസ് അരാഗ്ചിയെ പോലെ അനുഭവ സമ്പന്നനായ നയതന്ത്രജ്ഞന്റെ സാന്നിധ്യം ഇറാന് കരുത്താകുമോ, അതോ ആഗോള ഉപരോധങ്ങളും തുടർച്ചയായ യുദ്ധഭീഷണികളും അദ്ദേഹത്തിന് മറികടക്കാൻ കഴിയാത്ത വലിയ വെല്ലുവിളിയാകുമോ എന്ന് കാത്തിരുന്നു കാണാം.